അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തമിഴ്നാട് പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെയും ചിക്കൻ വെക്കാം. നമുക്ക് ഒന്ന് നോക്കി നോക്കും നിങ്ങൾ. അന്ന് നമ്മുടെ ആരും ചെയ്യാത്ത രീതിയിൽ ചിക്കൻ കറി വെച്ചിട്ട് കുറേ പേര് 1 മില്യനും മീതെ പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ചെയ്തതെന്നുള്ള നമ്മുടെ സിജു ചേട്ടൻ, അതായത് എൻ്റെ വിജുചേട്ടൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് ഈ വീഡിയോ നമുക്ക് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്തൊക്കെ ഞാനാണ്. ഞങ്ങൾ വീക്കെൻഡായിട്ട് പോയപ്പോൾ അവരവിടെ സ്പെഷ്യലായി ചെയ്യുന്നേ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വന്ന് ക്യാമറയൊക്കെ എടുത്ത് പോയി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ഒരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ വീഡിയോയിൽ എല്ലാവരും ഉണ്ട്. ഞാനും ഉണ്ട്, വിജുചേട്ടൻ ഉണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ചേട്ടൻ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ ഇതിനെങ്ങനെ സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കട്ടെ. അടുത്തത് ഒരു കിടിലൻ റെസിപ്പിയാണ്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ചെയ്തേക്കണം. ആ ഒരു ചേരുവ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ എന്തായാലും അത് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. സക്സസ് ആയി. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെങ്ങനെ സപ്പോർട്ട് ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോയിൽ പോയോ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ചട്ടി ചൂടായിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ സവോള വറുത്ത് പോരാന്ന് വിചാരിച്ചാൽ മതി. ഇത് പണ്ട് നമ്മൾ ഒരു ചിക്കൻ കറി ഇതുപോലെ വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടില്ല എന്നുള്ള ഒരു സംശയം വന്നിരുന്നു. ഇത് ഉപ്പിട്ടിട്ടുള്ള സവോള ഉണ്ടാകും. ഉപ്പിട്ടിട്ടാണ് ഈ സവോള വറുത്ത് പോരുന്നത്. നമ്മൾ കുറേ പേര് പറഞ്ഞു ഉപ്പിട്ടിട്ടില്ല ചേട്ടൻ. പക്ഷെ നമ്മൾ അതിൽ പെരട്ടി വെക്കണേൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ സമയം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് സെക്കൻഡിൽ അത് പറയുന്നത്. എന്നാലും എല്ലാവരും പറയും ഉപ്പിട്ടില്ല. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ അത് നന്നായി കരിഞ്ഞു പോകും. പിന്നെ പെട്ടെന്നായിരിക്കും കരിയില്ല. നമ്മൾ വിചാരിച്ചിരിക്കാനായിട്ട് മുന്നേ നമ്മൾ പാത്രം മാറ്റിയെന്നുള്ളൂ. കാരണം ചിക്കൻ ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എണ്ണ സെയിം തന്നെയാണ്. നമ്മുടെ സവോള വറുത്ത അതേ എണ്ണ തന്നെ നമ്മളെടുത്ത് യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടാൻ പോകും. ഇത്ര പച്ചമുളക് കൂട്ടും. കുറച്ച് ഒരു ചെറിയ കോഴിയാണ്, 1 കിലോൻ്റെ ഒരു കോഴിയാണ്. ഇത്ര പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഒരു പച്ചമുളക് ഒരു 4 ഉണ്ടാവും, വെളുത്തുള്ളി ഒരു 5 അല്ലി, ഒരു 2 ഇഞ്ച് ഇഞ്ചി, സവോള ഒരു 3 ഉണ്ടാവും. 3 ആദ്യം ഇഞ്ചി വെളുത്തുള്ളി. പച്ചമുളക് കിട്ടണ്ട. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പോരാത്തിന് ഒരു വേപ്പലി. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള വേപ്പലയാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന്. ഇപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളി വേപ്പലൊക്കെ നന്നായി മൂക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് സവോള ഇടുന്നു. സവോള നല്ല മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട് കാണിക്കാണ്. കാരണം അന്നത്തെ ഉപ്പിടാത്തതിന്റെ മാറ്റം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഈ സവോളയിൽ ഉപ്പിട്ടിട്ട് വറക്കാണ്. അല്ല, വറക്കല്ല, വഴക്കെടുക്കുക. സവോള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മള് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പുതിന ഇടുന്നുണ്ട്. പുതിന അരിഞ്ഞത്, മല്ലിയും പുതിനയും കൂടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് 2 മിക്സ് ആയി പോയി ഞങ്ങൾ അരിഞ്ഞ് വെച്ചപ്പോ. പിന്നെ അതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് മല്ലിപ്പൊടി, അതായത് 1 കിലോ ചിക്കനിലേക്ക് ഒരു 2.5-3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. വലിയ ടീസ്പൂൺ തന്നെ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി. മഞ്ഞൾ ഇടുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മഞ്ഞൾ ചേർത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് പരട്ടി. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. കൂടുതൽ എരിവുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവരാന്ന് വെച്ചാൽ ഇടാട്ടോ. ഇത് കുറച്ച് ഗരം മസാല ഇടണം. ഒരു 1.5 ടീസ്പൂൺ അത് ഇട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തു. സോയല്ല, ഇത് ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസ് ആണ്. ഒരു സ്വല്പം ഓയിസ്റ്റർ സോസ് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സോയ സോസ് അല്ലേ, ഏതായാലും കുഴപ്പമില്ല. ഓയിസ്റ്റർ സോസ് ആകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ സോയ സോസ്. അല്ല, അത് നിർബന്ധമില്ല കേട്ടോ. നിർബന്ധമില്ല. ഇതില്ലാത്തവർക്കും ഇത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും അല്ലേ. അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നു. ഇതൊരു തക്കാളി, ഒരു വലിയ തക്കാളി. തക്കാളി ആഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മഞ്ഞളും ഉപ്പും മാത്രം പരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഉണ്ട്. മഞ്ഞളും ഉപ്പും എടുത്ത് പറയാം വീണ്ടും. ഇപ്പോഴേ വളരെ ലോ ഫ്ലെയിമിലാണ്. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റോളം അത് അങ്ങനെ ഇരുന്നോട്ടെ. ചേട്ടൻ അതൊരു 5 മിനിറ്റ് ഇങ്ങനെ തീയത്തിട്ടിട്ട് വെറുതെ ഇട്ടിട്ട് ഇളക്കിയിരുന്നു. ജസ്റ്റ് ഇളക്കിയിട്ടുണ്ട്. ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടിട്ട്. അതിന് ശേഷം മൂടി വെച്ചു. വെള്ളം ഒന്നും ഒഴിക്കണ്ട, എടുത്ത് പറയാണ് വെള്ളം വേണ്ട. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളമൊന്നുമില്ല, വെള്ളം ഒഴിക്കാനേ പാടില്ല. വെള്ളം ഒഴിച്ചതിന്റെ ഇത് പോകും. അപ്പൊ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. റെഡി ഒരു എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റോളം കട്ടി കഴിഞ്ഞു. എണ്ണ തന്നെ തെളിഞ്ഞു, വെള്ളം തെളിഞ്ഞു. ഇനി ഞാനത് ഒന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. അതായത് തീ കൂട്ടിയേക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കുന്നു.
ഇത് നമ്മൾ നന്നായി എന്താ പറയാ മൊരിച്ചെടുക്കണം നന്നായി വറ്റി തുറന്നു വെച്ചിട്ടാട്ടെ ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ആദ്യം വറുത്ത് വെച്ച ആ സവോള ഇടണം. ആ വറുത്തൊരു സവോള മൊത്തം നമ്മൾ ഇട്ടു. കൈ കൊണ്ട് തല്ലിപ്പൊട്ടിക്കൊന്നും അതൊക്കെ ഇപ്പോൾ ഇതിലാവുമ്പോൾ ശരിയാകും. നമ്മുടെ ആ ചിക്കൻ റോസ്റ്റ് അത് ശരിയായിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല പൊരിഞ്ഞ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ. കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം തന്നെ പടങ്ങണം. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും, ഇഷ്ടാവാതിരിക്കില്ല. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കഷ്ടപ്പെട്ട് ഏപ്രോണോ കിട്ടി നിൽക്കുന്ന ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ചേട്ടൻ അതെ. അപ്പൊ ആദ്യമായിട്ട് നമ്മള് ചട്ടി ഞാനവളെ അങ്ങനെ കണ്ടിട്ട് പറഞ്ഞാളായി. വാവ് മേഘ പറഞ്ഞല്ലേ മാറി. ചായ തളച്ചോ? ഇനി ഓഫ് ചെയ്യാല്ലേ? ഹലോ മിസ്റ്റർ അസിസ്റ്റന്റ് ഷെഫ്. ഇതൊരു പ്രിപ്പയറിംഗ് വീഡിയോ ചതിക്കല്ലേ. അരിഞ്ഞു കഴിഞ്ഞോ? ഇത് വേറെ പോകണ്ട. കറിയിട്ട് വേറെ ഇട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെഫ്. നമുക്ക് വെറൈറ്റി ആയി ആരും ചെയ്യാത്ത രീതിയിലൊക്കെയുള്ള ചിക്കൻ കറികൾ സമ്മാനിക്കുന്ന സിജോ ചേട്ടൻ. ഇതാണ് കേട്ടോ ചേട്ടൻ. അനിയൻ. പക്ഷേ ഈ ലൈറ്റ് ഇല്ലാതെ ആയപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ലൈറ്റ് വന്നപ്പോഴേ നിർത്തി. ആയാ പറഞ്ഞോ പറ. എന്താ കോമഡി പറ. അയ്യോ ഇതിട്ടപ്പോ നിങ്ങളുടെ മുഖം മൊത്തം വെളുത്തു പോയി. വിജയ ചേട്ടാ അവിടെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഓക്കെ. ചേച്ചി അപ്പുറത്ത് വേറെ കറിക്കുള്ള പണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി മേക്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് സ്ക്രീനിൽ വന്നിട്ടില്ല.